57 ഗവൺമെൻറ്. അത് കഴിഞ്ഞ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ GN പണിക്കർ വിട്ടുപോകാനുണ്ടായ കാരണം 20ാം പാർട്ടി കോൺഗ്രസ്, സോവിയറ്റ് യൂണിയൻ പാർട്ടി കോൺഗ്രസ്സിൽ ക്രൂഷ്യൽ ചെയ്ത പ്രസംഗത്തെ തുടർന്നാണ്. മാത്രമല്ല അന്ന് 57 ഗവൺമെന്റിനെ കുറിച്ച് മറ്റ് പത്രങ്ങളും മറ്റു മാധ്യമങ്ങളും ഒക്കെ പ്രചരിപ്പിച്ചിരുന്ന സെൽഭരണം, കുട്ടിസഖാക്കൾ ഇതൊക്കെ എടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് GN പണിക്കർ ഇങ്ങനെ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. അദ്ദേഹത്തിന് മറുപടി എഴുതിയ കുറിപ്പും അത് തന്നെ കാണിച്ചു. അദ്ദേഹവുമായി സംസാരിച്ചു. ഈ കുറിപ്പിന് ആസ്പദമാക്കി അവരും ഒരു തർക്കത്തിലായിരുന്നു. കാരണം അതൊക്കെ അബദ്ധമാണെന്നും അതിന് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. ഇതൊരു വേദി അല്ലാത്തതുകൊണ്ട്. കാരണം വലിയൊരു മനുഷ്യൻ 100 കൊല്ലം ജീവിച്ച് കടന്നുപോയി. അത് 100 കൊല്ലവും അറിവായ നാളുകൾ സ്വാധീനമാക്കിയ പന്ഥാവിലൂടെ മാത്രമേ അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളൂ. നമ്മളൊക്കെ വൈവിധ്യമായ ചിലപ്പോൾ ഇഷ്ടാനുസരിച്ച് ചിന്താഗതിക്ക് മാറ്റം വരാം, ഒക്കെ വരാം. അതല്ല, അറിവായ കാലം മുതൽ മരണം വരെ ഏ രീതിയിൽ പുരോഗമനമായ ചിന്താഗതിയോട് മുന്നോട്ട് പോയ ദാമോദരൻ മാമന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുക മാത്രം ചെയ്തുകൊണ്ട് നിർത്തുന്നു.